ഇത് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ബിനുലാൽ. ഈ പേര് പറഞ്ഞാൽ വളരെ ചുരുക്കം പേരെ അറിയത്തുള്ളൂ. എന്നാൽ ബിനുലാൽ RCC എന്ന് പറഞ്ഞാൽ പ്രദേശത്ത് അറിയാത്തവർ ആരുമില്ല. വർഷങ്ങൾക്ക് മുന്നേ കണ്ണൂരിലെ ജോലിസ്ഥലത്ത് നിന്ന് പഠിപ്പിച്ച സഹനത്തിൻ്റെ പാഠമാണ് ബിനുവിനെ സേവനത്തിലേക്ക് നയിച്ചത്. കുറച്ചുനാൾ കണ്ണൂർ പയ്യന്നൂർ കാനായി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ ജീവിതം വളരെ ദുരിതമായ ഒരു ജീവിതമായിരുന്നു. പണി ചെയ്യുന്നതല്ല വിഷയം, ഭക്ഷണം ഇല്ലാതായിപ്പോയി. ഭക്ഷണം എന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഭക്ഷണം തന്ന കാര്യത്തിൽ വളരെ ഒരു മിതത്വമായിരുന്നു. അപ്പോൾ ഈ 4.5 വർഷവും ഞാൻ എനിക്ക് ചോറ് തന്നിട്ടുമില്ല, ഞാൻ വേണമെന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അന്ന് അങ്ങനെ ഈ വിശപ്പിൻ്റെ വില എന്താണെന്ന് അവിടെ നിന്നപ്പോൾ ഞാൻ അങ്ങ് മനസ്സിലാക്കി. പിന്നീട് തിരുവനന്തപുരത്തെത്തി കുടുംബത്തോടൊപ്പം ചേർന്ന് ഓട്ടോ തൊഴിലാളിയായി ജോലി തുടർന്നു. RCC പരിസരത്തായിരുന്നു താവളം. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ക്യാൻസർ രോഗികളുടെ ഏക ആശ്രയമായ തിരുവനന്തപുരം RCCയിൽ രോഗികളെത്തുമ്പോൾ പലരെയും ലക്ഷ്യസ്ഥാനത്ത് തൻ്റെ ഓട്ടോയിൽ എത്തിച്ചു. നഗരത്തെ പരിചയമില്ലാത്തവർക്ക് താമസ സ്ഥലവും ഭക്ഷണ സൗകര്യവും ഒരുക്കി. ചുറ്റിനും സുഹൃത്ത് വലയങ്ങൾ സൃഷ്ടിച്ച ബിനുലാൽ RCCയിൽ രക്തം ആവശ്യം വന്നാൽ ഏതു വിധേനയും എത്തിക്കും. ആഴ്ചയിൽ ഒരു ദിവസം റിക്ഷ ഫ്രീ സർവീസിലോടും. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപക്ഷെ ഒരു വലിയ കാര്യമൊന്നുമല്ല ചെയ്യുന്നത്, പക്ഷേ എങ്കിലും നമ്മളെ മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസവും അവർ പോകാൻ സമയത്ത് അവരുടെ ഭാഗത്തു നിന്നൊരു ചിരിയും അപ്പോൾ പേഷ്യൻ്റ് ആണെങ്കിലും അറിയുമ്പോൾ അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ എന്നുള്ള ഒരു ചിന്ത വരും. എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് വലിയ ദൈവാനുഗ്രഹമാണ്. എനിക്ക് അത് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. 5 വർഷം മുന്നേ ഓട്ടോ വിറ്റു. പിന്നീട് ഇൻഷുറൻസ് ഏജൻസിയും ജീപ്പും ഓടിച്ചാണ് ഉപജീവനം നടത്തിവരുന്നത്. ആഴ്ചയിലൊരിക്കൽ RCCയിൽ ഫ്രീ സർവീസ് നടത്തുന്നത് നിർത്തിയിട്ടില്ല, ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. റിക്ഷ വാടകയ്ക്കെടുത്തോടും, ആവശ്യ സാഹചര്യത്തിൽ എവിടെയും എപ്പോഴും ഓടിയെത്തും. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ആംബുലൻസ് വാങ്ങാനാണ്. അത് പുതിയത് വേണമെന്നില്ല, സെക്കൻഡ് ഹാൻഡ് ആയാലും സന്തോഷം. എൻ്റെ മനസ്സിനൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു ആംബുലൻസ്, പുതിയതല്ല, ഒരു സെക്കൻഡ് ഹാൻഡ് ആംബുലൻസ് എങ്കിലും എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ ഈ ഡയാലിസിസ് പേഷ്യൻറ്റുകളുണ്ട്. അപ്പോൾ അവരെ മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് മണിക്കൂറുകളെടുത്താൽ നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് നെട്ടോട്ടമോടുന്ന പണച്ചിന്ത വട്ടമിട്ട് മറക്കുന്ന മനുഷ്യരുടെ ലോകത്ത് തിരക്കുകളിൽ നിന്ന് സേവനത്തിലേക്കോടുന്ന ബിനുലാലിനിരിക്കട്ടെ ഒരു കുതിരപ്പവൻ. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനും സുദിനുമൊപ്പം റിപ്പോർട്ടർ വിഷ്ണു കരുവാരകുണ്ട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.